ബൈജു, ഇപ്പോഴും പ്രതികൂലമാണോ കാലാവസ്ഥ? എന്താണെങ്കിലും ആ ബാറ്ററി കാർവാറിൽ എത്തിച്ചു എന്നുള്ള വിവരം ലഭ്യമാവുന്നുണ്ട്. പോലീസിന്റെ വാഹനത്തിൽ അത് 1 മണിക്കൂറിനുള്ളിൽ അവിടേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ബൈജു? എന്തോ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം, ഇപ്പോൾ ഈ ഐബോർഡ് ഉപയോഗിച്ച് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഡ്രോണിന്റെ ബാറ്ററി എത്തിയിരിക്കുന്നു. കാർവാറിലാണ് രാജധാനി എക്സ്പ്രസിൽ ഈ ബാറ്ററി എത്തിച്ചത്. അങ്ങനെയെങ്കിൽ 1 മണിക്കൂറിന് അകം തന്നെ ആ ബാറ്ററി ഇവിടെ എത്തിക്കാനാവും. എന്തായാലും നേരത്തെ ഇന്ദ്രപാൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 12 മണിയോടുകൂടി ഈ ഡ്രോൺ പ്രവർത്തിക്കാനാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ വെച്ച് പുലർത്തിയത്. അങ്ങനെയെങ്കിൽ 2 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആദ്യ വിവരങ്ങൾ ലഭ്യമാകാൻ പറ്റും. അതായത് 4 മണിക്കകം തന്നെ ആദ്യ വിവരം ലഭ്യമാക്കും. അത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും പ്രതികൂല കാലാവസ്ഥയാണ്. നേരത്തെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ശക്തമായ മഴ, കാറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആ മഴയും കാറ്റുമൊക്കെ ശമിച്ച് സാധാരണ നിലയിലേക്ക് വന്നിരിക്കുന്നു. നേരിയ മഴ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്നാലും ഈ കാലാവസ്ഥയൊന്നും ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതിലും വലിയ പ്രതികൂല കാലാവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളിവിടെ ഈ തിരച്ചിൽ നടത്തുന്നത് കണ്ടത്. ഇപ്പോൾ അർജുനും വളരെ അരികിലെത്തിയിരിക്കുന്നു. ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ലോറിന് ക്യാബിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത് മുങ്ങൽ വിദഗ്ധർ കൃത്യമായി ആ ക്യാബിനകത്തേക്ക് എത്തി. ഇതിൽ അർജുൻ ഉണ്ടോ, അർജുൻ ഏത് രീതിയിലാണ് ഇപ്പോൾ അർജുൻ ഈ ലോറിക്കകത്തുള്ളത്, ഈ ട്രക്ക് അതേ രീതിയിൽ മുകളിലേക്ക് ഉയർത്താൻ പറ്റുമോ, ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉണ്ട്. അതിനെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനാണ് ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുന്നത്. ഏതായാലും തിരച്ചിൽ വലിയ തോതിലുള്ള ഊർജിതമായ ഈ ലോറി ഇത്തരത്തിൽ മുകളിലേക്ക് പൊക്കാനുള്ള, മുകളിലേക്ക് വലിച്ചു മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലകീഴായാണ് ലോറിയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും അടിഭാഗത്തേക്കാണ് മുങ്ങൽ വിദഗ്ധർക്ക് പോകേണ്ടത്. വലിയ ദുഷ്കരമായ പ്രവൃത്തി തന്നെയാണ് അത്. പൊടിയിൽ അടിയൊഴുക്ക് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. വലിയ തോതിലുള്ള അടിയൊഴുക്കുണ്ട്. 100 കിലോ ഭാരമുള്ള വസ്തു പോലും ഇത്തരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യം അടിത്തട്ടിലുണ്ട്. ആ അടിത്തട്ടിലെ ഒഴുക്ക് തന്നെയാണ് ഈ പ്രവൃത്തി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എന്തായാലും ഇതെല്ലാം മറികടന്ന് അർജുനിലേക്ക് എത്തും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ഏതായാലും നിരവധി പേർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് ആർക്കും തന്നെ പ്രവേശനമില്ല. പ്രധാനമായും ഈ മൊബൈൽ ഫോൺ, ഈ ഡ്രോൺ ഉപയോഗിക്കുന്ന സമയത്ത്, ഡ്രോൺ പറത്തുന്ന സമയത്ത് മൊബൈൽ ഫോൺ സിഗ്നലുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് ഈ ഡ്രോണിന്റെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണം ഈ ഭാഗത്തുണ്ട്. ആവശ്യത്തിന് ഇത്തരത്തിലുള്ള രക്ഷാ ദൌത്യത്തിൽ ഏർപ്പെട്ടവർ മാത്രം അവിടെ നിൽക്കൂ. അതേതായാലും ഇന്ദ്രപാൽ അദ്ദേഹം അല്പസമയം മുമ്പാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ ബാരിക്കേഡ് ഇതിലൂടെ അകത്തേക്ക് പോയത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ അവിടെ എത്തി ഓരോ കാര്യങ്ങളും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ പരിശോധന നടക്കുക. ഏതായാലും ഡ്രോൺ വലിയ നിർണായകമായ കണ്ടെത്തലുണ്ടാകും. അർജുൻ മാത്രമല്ല, ഒപ്പം 2 പേരെ കൂടി കണ്ടെത്താനുണ്ട്. ഒരു തമിഴ്നാട് നാമക്കൽ സ്വദേശിയും അതുപോലെ തന്നെ ഈ പ്രദേശവാസിയായ ഒരാളെയും കണ്ടെത്താനുണ്ട്. അവരെക്കുറിച്ചുള്ള സൂചനകളും ഈ ഡ്രോൺ ഉപയോഗിച്ചാൽ കിട്ടുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നിർണായകമാണ്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും അതൊക്കെ വകവെക്കാതെയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജ്ജിതമായി തന്നെ തുടരുന്നു. ശക്തമായ മഴയും കാറ്റുമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടും തെരച്ചിലിനെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടില്ല. തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ ലോറി പ്രധാനമായും ചാലി കീറി അവിടുത്തെ മണ്ണ് പരമാവധി നീക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. ബൂം മെഷീൻ ഉപയോഗിച്ച് മണ്ണ് പരമാവധി അവിടെ നിന്നും നീക്കം ചെയ്യുന്നുണ്ട്. ഒപ്പം മറ്റൊരു ബൂം മെഷീൻ കൂടി വേണമെങ്കിൽ ഇന്ന് തന്നെ എത്തിക്കുമെന്നാണ് കാർവാർ MLA വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ സംവിധാനങ്ങൾക്കോ സന്നാഹങ്ങൾക്കോ ഒരു കുറവുമില്ല. നിലവിൽ ഒരു പരാതിയുമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ സർവ്വസന്നാഹവുമായിട്ടുള്ള ദൌത്യമാണ് പുരോഗമിക്കുന്നത്. പക്ഷേ ഈ പരാതി ഉയരുന്നത് വേറൊന്നുമല്ല, അത് ഇത്രയും വൈകിക്കണമായിരുന്നു, ഈ സന്നാഹങ്ങളൊക്കെ നേരത്തെ എത്തിച്ചുകൂടായിരുന്നു എന്നുള്ളത്. എന്തായാലും അർജുനെ ലൊക്കേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരുപാട് വൈകി എന്നുള്ളത് അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നു.